ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അദ്ധ്യായം 13. ശൌൽ രാജാവായപ്പോൾ 30 വയസ്സ് ആയിരുന്നു. അവൻ യിസ്രായേലിൽ 2 വർഷം ഭരിച്ചു. ശൌൽ യിസ്രായേലിൽ 3000 പേരെ തെരഞ്ഞെടുത്തു. 2000 പേർ ശൌലിനോടുകൂടെ മിക്മാസിലും ബേഥേൽമലയിലും 1000 പേർ യോനാഥാനോടുകൂടെ ബെന്യാമീനിലെ ഗിബെയയിലും ആയിരുന്നു. ശേഷമുള്ള ജനത്തെ അവൻ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗിബെയിൽ ഉണ്ടായിരുന്ന ഫെലിസ്ത്യരുടെ കാവൽ പട്ടാളത്തെ തോല്പിച്ചു. ഫെലിസ്ത്യർ അത് കേട്ട് എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശൌൽ ദേശത്തെല്ലാം കാഹളം ഊതിച്ചു. ശൌൽ ഫെലിസ്ത്യരുടെ കാവൽ പട്ടാളത്തെ തോല്പിച്ചു എന്നും യിസ്രായേൽ ഫെലിസ്ത്യർക്ക് വെറുപ്പായി എന്നും യിസ്രായേലൊക്കെയും കേട്ടിട്ട് ജനം ശൌലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി. എന്നാൽ ഫെലിസ്ത്യർ യിസ്രായേലിനോട് യുദ്ധം ചെയ്‌വാൻ 30,000 രഥവും 6,000 കുതിരപ്പടയാളികളും കടല്പുറത്തെ മണൽപോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ചുകൂടി. അവർ വന്ന് ബേത്ത്-ആവെന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് യിസ്രായേല്യർ കണ്ടപ്പോൾ ജനം ഗുഹകളിലും കുറ്റിക്കാടുകളിലും പാറകളിലും മാളങ്ങളിലും കുഴികളിലും ചെന്ന് ഒളിച്ചു. എബ്രായർ യോർദ്ദാൻ നദി കടന്ന് ഗാദ് ദേശത്തും ഗിലെയാദിലും പോയി. ശൌൽ ഗിൽഗാലിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ച് അവന്റെ പിന്നാലെ ചെന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്നതുപോലെ അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൌൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കല്പിച്ചു. അവൻ തന്നെ ഹോമയാഗം അർപ്പിച്ചു. ഹോമയാഗം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശമൂവേൽ വന്നു. ശൌൽ അവനെ വന്ദനം ചെയ്‌വാൻ എതിരേറ്റു ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൌൽ, ജനം എന്നെ വിട്ട് ചിതറിപ്പോകാൻ തുടങ്ങി നിശ്ചയിച്ചിരുന്ന സമയത്ത് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടു. ഫെലിസ്ത്യർ ഇപ്പോൾ ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അതുകൊണ്ട് ഹോമയാഗം അർപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൌലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്തം ആയിപ്പോയി. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കല്പിച്ച കല്പന നീ പ്രമാണിച്ചില്ല. യഹോവ യിസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുമായിരുന്നു. എന്നാൽ നിന്റെ രാജത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കല്പിച്ചതിനെ നീ അനുസരിക്കാതിരുന്നതുകൊണ്ട് തന്റെ ഹിതം അനുസരിക്കുന്ന മറ്റൊരാളെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ശമൂവേൽ എഴുന്നേറ്റ് ഗിൽഗാലിൽ നിന്ന് ബെന്യാമീനിലെ ഗിബെയയിലേക്ക് പോയി. ശൌൽ തന്നോടുകൂടെയുള്ള പടജ്ജനത്തെ എണ്ണി നോക്കി. അവർ ഏകദേശം 600 പേർ ഉണ്ടായിരുന്നു. ശൌലും അവന്റെ മകൻ യോനാഥാനും കൂടെയുള്ള ജനങ്ങളും ബെന്യാമീനിലെ ഗിബെയയിൽ താമസിച്ചു. ഫെലിസ്ത്യർ മിക്മാസിൽ പാളയമിറങ്ങി. ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്കുള്ള വഴിയായി ശുവാൽ ദേശത്തേക്ക് പോയി. മറ്റൊരു കൂട്ടം ബേത്ത്ഹോരോനിലേക്കുള്ള വഴിക്ക് പോയി. മൂന്നാമത്തെ കൂട്ടം മരുഭൂമിക്ക് നേരെ സെബോയീം താഴ്വരയ്ക്കെതിരെയുള്ള ദേശം വഴിക്കും പോയി. എന്നാൽ യിസ്രായേൽ ദേശത്ത് ഒരിടത്തും ഒരു കൊല്ലൻ ഇല്ലായിരുന്നു. കാരണം എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്ത്യർ പറഞ്ഞിരുന്നു. യിസ്രായേല്യർക്ക് തങ്ങളുടെ കൊഴു, കലപ്പ, മൺവെട്ടി, കോടാലി, അരിവാൾ എന്നിവയുടെ മൂർച്ച കൂട്ടുവാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ പോകേണ്ടിയിരുന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിക്കുവാനും അവർക്ക് അരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധസമയത്ത് ശൌലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ആർക്കും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൌലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ അവ ഉണ്ടായിരുന്നുള്ളൂ. ഫെലിസ്ത്യരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ടു വന്നു.